അപ്പൊ എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമമൊക്കെ അങ്ങ് തീരട്ടെ. പോയിട്ട് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഓർമ്മ പോകുന്നുണ്ട് എനിക്ക്. അതെന്നാന്ന് എനിക്ക് അറിയത്തില്ല. ഈ ഒരു സൈഡ് നരച്ചിരിക്കുവാണ് തലയുടെ. ഞാൻ മുഴുവൻ കയ്പാണ്. എന്റെ മുടിയെല്ലാം ഒരുമാതിരി പശ പോലായി. കടലിലെ തൊലിയെല്ലാം പോയി. അപ്പൊ എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമമൊക്കെ അങ്ങ് തീരട്ടെ. പോയിട്ട് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. കിച്ചു സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. കിച്ചു എനിക്ക് പേഴ്സണലി ഒരുപാട് ആൾക്കാർക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഈ ഒരു വിഷയത്തിലൊക്കെ. എന്താണെന്നറിയത്തില്ല എന്നോട് ചോദിക്കുന്നതിന്റെ കാര്യം. കാരണം എന്താണെന്ന് ഞാൻ തന്നെ പറഞ്ഞുതരാം. കാരണം എന്താണെന്ന് അറിയത്തില്ലെന്നല്ല, കാരണം ഇടയ്ക്കൊരു വട്ടം ഞാൻ ഈ പറഞ്ഞ രേണു സുധിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാമല്ലോ ഈ മകന്റെ വിഷയങ്ങളും പിന്നെ സ്വർണ്ണക്കടത്ത് വിഷയത്തിലും അങ്ങനെയൊക്കെ സംസാരിച്ച സമയത്ത് എന്നെ ഇഷ്ടപ്പെട്ട് എന്നെ സബ് ചെയ്ത കുറേ ഓഡിയൻസ് ഉണ്ടായിരുന്നു. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാനിയുടെ നിലപാട്. ഡാനി ഇപ്പോൾ രണ്ട് വെള്ളത്തിൽ കളിക്കുന്നുണ്ട്, ഈ പറയുന്ന രേണുവിൻ്റെ നിന്നും എല്ലാം മേടിച്ചിട്ടാണോ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ എന്നെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഒരു കാര്യത്തിൽ ഇപ്പോഴും നല്ല രീതിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. സ്വർണ്ണക്കടത്ത് കേസുകെട്ടിലാണെങ്കിലും പിന്നെ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്ക് എല്ലാം കൂടെ ഒന്നും നിങ്ങളോട് ഒന്നും വിളമ്പാനൊന്നും പറ്റത്തൊന്നുമില്ല, അത് വേറെ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇപ്പം എന്ന് വെച്ചാൽ രേണുവിനെ പുകഴ്ത്തി പറയാനോ പുണ്യാളത്തിയാക്കാനോ ഒന്നും വേണ്ടി വരുന്ന വീഡിയോ ഒന്നും അല്ല ഇത്. നേരത്തെ ഞാൻ അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടിയില്ല, നേരത്തെ ഞാൻ അവരെ എന്തൊക്കെ വിമർശിച്ചിട്ടുണ്ടോ ആ കാര്യത്തിൽ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. സ്വർണ്ണക്കടത്ത് കേസുകെട്ടിലും ആ ഒരു കാര്യത്തിൽ ഞാൻ അവർക്ക് സപ്പോർട്ട് ചെയ്യും, അത് വേറൊരു കാര്യം. പിന്നെ അത് മാത്രമല്ല, ഈ പറയുന്ന ചെക്കൻ്റെ കാര്യത്തിൽ ഞാൻ അവനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കാര്യങ്ങൾ എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ യൂട്യൂബേഴ്സിൻ്റെ ഇടയിൽ ഞങ്ങൾ ഡിസ്കഷൻ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അത് എല്ലാവർക്കും അറിയാം, എല്ലാ ആൾക്കാർക്കും അറിയാമെങ്കിൽ പോലും ഇവനെ വെളുപ്പിക്കുക ചെയ്തത്. ഇവനെ വിളിപ്പിച്ചു ആ ഒരു വിഷയത്തിലും ചില കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടി അവൻ മുൻകൂട്ടി വന്നിട്ട് ചില കാര്യങ്ങളൊക്കെ എടുത്തിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നാളെ അവന് വള്ളി വന്നാലാ വളച്ചൊടിക്കാനുള്ള രീതിയിലാണ്. ഓക്കെ, അത് നമുക്കറിയാം ആരാണെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ പിന്നിലും കാര്യങ്ങളൊക്കെ. അതെന്തോ ആയിക്കോട്ടെ. ഇപ്പം കിച്ചു അവിടെ ചെന്നോ ഇല്ലേ എന്നുള്ളതാണ് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം. എനിക്കൊരു 3-4 പേര് മെസ്സേജ് അയച്ചു, അവർക്കുള്ളൊരു മറുപടി ആയിട്ടാണ്. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം കിച്ചു അവിടെ പോയിട്ടുണ്ടായിരുന്നു. വീട്ടിലാണ് പോയത്, ഹോസ്പിറ്റലല്ല കിച്ചു അവിടെ പോയത്. കിച്ചു അവിടെ പോയെല്ലാം കഴിഞ്ഞ് റിതപ്പനായിട്ട് കളിക്കുകയൊക്കെ ചെയ്ത് കൂടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. പിന്നെ വേറൊരു ആൻറ്റി ഒരു അങ്കിളും കൂടെ ഉണ്ടെന്ന് അറിയാൻ കഴിയുകയൊക്കെ ചെയ്തത്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ ഡീറ്റെയിൽ ഒന്നും കാര്യങ്ങളൊന്നും തിരക്കാനൊന്നും പോലില്ല. ഈ പറയുന്ന കൊല്ലത്തുള്ള ആൾക്കാരെ കാണാം. കിച്ചു അവിടെ ചെല്ലുകയും ചെയ്ത്, അല്ലാതെ ഹോസ്പിറ്റലിൽ പോകാട്ടെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു. അവൻ ആ വീട്ടിൽ പോയി, പേരിനും മാത്രം ആ വീട്ടിൽ മാത്രമേ പോയിട്ടുള്ളായിരുന്നു. രേണു ഹോസ്പിറ്റലാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹോസ്പിറ്റലാണ് പോകേണ്ടത്, അല്ലാതെ വീട്ടിൽ പോയിരുന്നിട്ട് കാര്യമില്ല. അവർ വന്നത് ഇന്നലെ കണ്ട് വൈകിട്ടങ്ങാണ്ട് അവിടെ വരുവാങ്ങാണ്ട് ചെയ്തേ. ഇന്ന് രാത്രി 2 മണിയായപ്പം, അതായത് ഇന്ന് വെളുപ്പിന് 2 മണിയായപ്പോൾ അങ്ങോട്ട് അവർക്ക് അസുഖം കൊണ്ട് കൂടി ക്ഷീണവും കാര്യങ്ങളും കൈക്ക് വേദനയൊക്കെ കൂടി അവർ ഹോസ്പിറ്റലായിരുന്നു. ഇന്നും അവർ ഹോസ്പിറ്റലിൽ പോയേക്കുമായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് അവരിപ്പോൾ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം എത്രയായി നമുക്ക് അറിഞ്ഞാൻ കഴിഞ്ഞ ഒരു സമയം എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരു 5-6 മണി ആ സമയത്താണ് അവർ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ള വിവരം. പിന്നെ ഒരു കാര്യം പറയാം, ചുമ്മാ തള്ളുമൊന്നുമല്ല, അറിയുന്ന കാര്യം അതുപോലെയാണ് പറയുകയൊക്കെ ചെയ്യുന്നത്. ചോദിക്കുന്നവർക്കുള്ള മറുപടിയായിട്ട് മാത്രം കണ്ടാൽ മതി. ഓക്കെ, പിന്നെ സോഷ്യൽ മീഡിയ 2-3 ദിവസം കൂടെ കുറേ ചർച്ചാ വിഷയങ്ങളും കാര്യങ്ങളുണ്ട്. രേണുവിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡായി വരുന്നുണ്ട്. കിച്ചുവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളുണ്ട്, സായി ചേട്ടനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ രേണുവിന് ICU ആവുന്നതിന് മുമ്പ് ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ്. ഇപ്പം നിങ്ങളിപ്പോൾ കണ്ട ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഈ വീഡിയോക്ക് ഷൂട്ട് കഴിഞ്ഞ് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് വയ്യാതെ വന്നതും ICUലോട്ട് പോവുകയൊക്കെ ചെയ്ത് കൊണ്ടുപോയി. അവിടെ ചെന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, ഇച്ചിരി വെപ്രാളവും ടെൻഷനും ഉണ്ടായിരുന്നു. പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഫോൺ യൂസ് ചെയ്യരുത് എന്നുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഫോൺ പോലും കൊടുക്കത്തില്ല, അത് വേറെ കാര്യങ്ങൾ. അപ്പോൾ ഫോൺ എനിക്ക് തോന്നുന്നു സഹോദരിയുടെ കയ്യിലും കണ്ടാണ് ഫോണും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ള അപ്ഡേറ്റ്. അപ്പോൾ കുറേ എണ്ണം വന്നിട്ട് പറയും വന്ന് തള്ളുവാണോ എന്ന്. നിനക്കൊക്കെ എന്ത് വേണമെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇരുന്ന് എഴുതി പിടിപ്പിക്കാം, ഒരു വിഷയമില്ല. പിന്നെ കൊച്ചന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവനെ ആരോ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം ഞാൻ ഒന്നും കൂടെ ആ ഒരു പോഷൻ വെച്ചുതരാം. അപ്പൊ എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമമൊക്കെ അങ്ങ് തീരട്ടെ. പോയിട്ട് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ വിഷമമുള്ളവരുടെ വിഷമം ഒക്കെ തീരട്ടെ. മോനെ മനുഷ്യന്റെ കാര്യം ഒന്നും പറയാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു ഇന്ന് കേരളത്തിൽ ഒരു പക്ഷേ നിന്റെ അമ്മയെ കൂടുതലും വിമർശിച്ചവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ അമ്മ ആദ്യമായിട്ട് കേസ് കൊണ്ട് കൊടുത്തത് അതുലിന്റെ പേരിലും നിന്റെ കുഞ്ഞമ്മ കൊണ്ട് കൊടുത്തത് എൻ്റെ പേരിലുമായിരുന്നു കേസും കാര്യങ്ങളൊക്കെ കൊടുത്തത്. ഞങ്ങൾ സ്റ്റേഷനിൽ കയറി ഇറങ്ങി നടക്കുന്നുണ്ടായിരുന്നു, അതുപോലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പോലും ഇല്ല അത്ര, ഞങ്ങൾക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. എന്ത് നല്ലത് കണ്ടാൽ പോലും നല്ലത് പറയാത്ത വ്യക്തികളായിരുന്നു, ഉള്ള കാര്യം പറയില്ല. പക്ഷെ സ്വർണ്ണക്കടത്ത് കേസ് കേട്ടില്ല, ഞാൻ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സംസാരിച്ചു, അതിലും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ആൾക്കാരെല്ലാം അറിഞ്ഞിട്ട് പോലും അത് പറഞ്ഞില്ല. കാരണം എന്തുകൊണ്ടാണെന്നറിയാമോ? ഓഡിയൻസ് രേണുവിനെ വെറുക്കുന്ന ഓഡിയൻസ് ആണെന്ന് കേരളത്തിൽ കൂടുതൽ. ആ ഓഡിയൻസ് പോകുമോ എന്നുള്ള രീതിയിലാണ് കുറേ ആൾക്കാർ. നമുക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഒരുപോലൊക്കെ തന്നെ. ഉള്ള കാര്യം ഉള്ള പോലെ ഒന്ന് പറഞ്ഞിട്ടങ്ങ് പോവാം. അത് നെഗറ്റീവോ ആ ഒരു ചിന്താഗതിയൊന്നുമില്ല. നമ്മളുള്ള കാര്യം ഉള്ള പോലെ അങ്ങ് പറഞ്ഞിട്ട് പോയി. ആൾക്കാർ നമ്മളെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നുണ്ട്. എന്തിന്? ഞാൻ എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ഒന്നും കൂടെ പറയാം, ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ വീങ്ങിയിരിക്കുക.
അപ്പോഴത്തേക്ക് എന്നെ അറിയാവുന്ന ഒരു ചേച്ചി എനിക്ക് മെസ്സേജ് ഇട്ടിട്ട് പറയാണ്, നീ ക്യാൻസർ വന്ന് ചത്തുപോകുന്നു നിന്റെ തലയ്ക്ക്. ഞാൻ ആ ഒരു വിഷയത്തിൽ ശരിക്കും ഡൗൺ ആയിപ്പോയായിരുന്നു. അയ്യോ അത് കുറ്റം പറയുന്നതല്ല വിഷയം. നമുക്കറിയാവുന്ന ഒരു വ്യക്തി നമ്മളോട് ഇങ്ങനെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ വീഡിയോ കൊണ്ട് നമ്മളെ ഇഷ്ടപ്പെട്ട ഒരാൾ ഓക്കെ പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റെ മറുപടി കൊടുക്കുകയും ചെയ്ത് ചേച്ചി മാപ്പും പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നിരപരാധിയാണെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് അത് ഇരിക്കട്ടെ എന്നൊന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോഴത്തേക്ക് തീർന്നു, ഊത്തങ്ങ് തീർന്നു. ഓക്കെ, പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. കിച്ചുവിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഇവൻ അന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ പേര് ചിലപ്പോൾ ഒരു പീഡനം പോലും വരാൻ ചാൻസ് ഉണ്ട്, ആരോപണങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ വന്നിട്ട് കുറേ ആൾക്കാർ ഇപ്പം വന്നിട്ട് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും ആലോചിച്ചൊരു കാര്യം, എന്തിനാണ് വെറുതെ വന്നിട്ട് ഒരാൾ അങ്ങനെ ഒന്ന് പറയുന്നത്? ഓക്കെ, നമ്മളിനി അതിലോട്ടൊന്നും പോകുന്നൊന്നും ചെയ്യുന്നില്ല. കാലം എന്താ പറയണ്ടേ, എന്നെങ്കിലും ഒരു ദിവസം അത് തെളിയിച്ചിരിക്കും, പല കാര്യങ്ങളാണെങ്കിൽ പോലും. പിന്നെ നമ്മുടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മളായിട്ട് ഇനി ആ കാര്യത്തിലൊന്നും ഇടപെടാനൊന്നും പോകുകയൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഇപ്പോൾ കാണിക്കുന്ന ഈ ഓവർ സ്മാർട്ട് ഉണ്ടല്ലോ, കുറച്ച് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. കുറേ പേരൊക്കെ വന്ന് പറയുന്നുണ്ട്, എന്തിനാണ് ഈ പാവത്തിനെ ഇങ്ങനെ വിമർശിക്കുന്ന ആൾക്കാർ, അവന് ഇഷ്ടമുണ്ടെങ്കിൽ പോയിക്കൂടെ, അവൻ്റെ കുഞ്ഞിനെ അവൻ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള രീതിയിലാണ് അനുഭവിച്ചതും മനസ്സിലായി, കുറേയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അനുഭവിച്ചതും പിന്നീട് കാണിച്ചതും ചിലവരെയൊക്കെ അനുഭവിപ്പിച്ചതും ഒക്കെ എല്ലാവർക്കും അറിയത്തില്ലെങ്കിലും ഈ ഡാനിയുടെ കുറച്ച് ഫ്രണ്ട്സിനും അറിയാം. അത്ര ഇപ്പോൾ ഡാനി പറയുന്നുള്ളൂ. ഈ ഒരു കാര്യത്തിൽ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചവനാണെങ്കിൽ ഇവന് സപ്പോർട്ട് ചെയ്യത്തില്ല. അത്രേ ഞാൻ പറയത്തുള്ളൂ. ഇനി നമുക്ക് അടുത്ത വ്യക്തിയുടെ കാര്യങ്ങളത്തോട്ട് പോകാം. പിന്നെ അവൻ ആ ഒരു പോയത് പേരിനെ മാത്രമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഉള്ള കാര്യം പറയാമല്ലോ. ചുമ്മാ ജസ്റ്റ് ഒന്ന് ഓണം വരെ പോയി ഈ പറയുന്ന രേണുവിനെ ഒന്നും കാണുമൊന്നും ചെയ്തിട്ടില്ല, കാണേണ്ടവരാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി കണ്ടേനെ, അത്രേ ഉള്ളൂ. ഇനി അതിന് എന്ത് എക്സ്പ്ലനേഷൻ ആയിട്ട് വരുന്നത്, ചിലപ്പോൾ ഡോക്ടർ പറഞ്ഞു വരച്ചെന്നെ കാണാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ പോയില്ല, അതൊക്കെ ആയിരിക്കും പറയാൻ പോവുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, എന്തെങ്കിലും ആട്ടെ. ഇനി കുറെ പേര് വിളിച്ച് അവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് നടക്കുന്നുണ്ട്. നമ്മളൊക്കെ ചെയ്യും. എല്ലാരും നമ്മുടേതായിട്ടുള്ള രീതിയിൽ പല കൂട്ടുകാരൊക്കെ നമ്പർ കൊടുത്തിട്ട് കണക്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. മകനൊന്ന് കാണാൻ പോകുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. ഏതാ ചേട്ടന്റെ മൂത്ത മകനെ ഒന്ന് കാണാൻ പോകുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാൻ പോകാൻ വേണ്ടിട്ട് ചോദിച്ചാ. അപ്പം കോട്ടയത്താന്ന് പറഞ്ഞു, മെഡിക്കൽ കോളേജിലാന്ന് പറഞ്ഞു. ആരോഗ്യമൊക്കെ അങ്ങനെ വലിയ ആരോഗ്യമുള്ള ആളല്ലല്ലോ. ഓക്കെ, ഇനി അടുത്തത് വയസ്സിൽ വളർത്തിന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്താണ് സത്യാവസ്ഥ അറിയില്ല, എന്താണെന്നുള്ളത് കുട്ടിയെ നോക്കിയിട്ടുണ്ടോ, എന്താണ് അവർ പറയുന്നത് നോക്കിയിട്ടുണ്ടെന്നുള്ളത്. ആദ്യമൊക്കെ ഇതുപോലുള്ള കിഴങ്ങത്തിടയൊക്കെ സാധനം പോയി എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ ഇവിടെ നന്ദനയുടെ കാര്യം ഉദ്ദേശിക്കുന്നത്. അവൾ എന്താ തേങ്ങ പറയുന്നത് പോലും അവൾക്ക് പോലും അറിയത്തില്ല. ആദ്യമൊക്കെ ഇവർ നോക്കിയിട്ടുണ്ടോ ഇല്ലെന്നുള്ള രീതിയിലൊക്കെ ഇവിടെ അവിടെ നിന്നില്ല ഇവിടെ നിന്നില്ല എന്നുള്ള രീതിയിൽ ഇവിടെ സംസാരം. പക്ഷെ ആ കുട്ടി പറഞ്ഞ അച്ഛൻ്റെ വീട്ടിലായിരുന്നു വളർന്നിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയില്ല, നമ്മുടെ ഈ കാര്യം കൂടുതൽ കമന്റ് കാര്യങ്ങൾ വരുന്നത് കാര്യമായിട്ട് കുറെ പേര് സംസാരിക്കും. കാര്യം അവർക്ക് സംസാരിച്ച പ്രശ്നമില്ല. നമ്മളിപ്പോ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ മീൻസ് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരായാലും കുറെ കാര്യമായിട്ട് സംസാരിക്കും. കാര്യം അവർ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. എന്നാലും കാര്യം എന്താണ് മനസ്സിലാവും, അവരുടെ ജീവിതം എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടാനായിട്ട്. നീ ഇപ്പോ വേറെ പണിയുണ്ട്. ഇനി രേണുവിൻ്റെ ഈ ഒരു വീഡിയോ ഇതാ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, വയ്യാതെ വരുന്നതിന് മുമ്പ് ഷൂട്ട് ചെയ്ത വീഡിയോസും കാര്യങ്ങളാണ്. ഇവർ നേരത്തെ ഈ ഫാമിലി വ്ളോഗും ഒക്കെ ചെയ്യുന്ന ആൾക്കാരെല്ലാം ഷൂട്ട് ചെയ്യും, എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് 2 ദിവസം പോവുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെയാണ് പുള്ളിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഇതൊക്കെ നേരത്തെ വന്നതാണ്. പിന്നെ ആ കിച്ചുവിൻ്റെ കേസ് കേട്ടിലാന്ന് തോന്നുന്നത്, കിച്ചുവിനെ എങ്ങാണ്ട് വെറുതെ എങ്ങാണ്ട് ഒരു 11 വയസ്സുള്ള ഒരു മോൻ പോലും എന്നെ തിരിഞ്ഞ് നോക്കിയില്ലെന്ന് പറയുന്നതൊക്കെ ഇവർ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്താണ് ഈ സാധനങ്ങളൊക്കെ വീഡിയോ ഒക്കെ ചെയ്തത്. അതാണ് നടക്കുന്നത്. അപ്പം നിങ്ങൾ പറയുന്ന പോലെ രേണുസുതി ഇപ്പം ഈ കാണുന്ന പോലെ ആ ബെറ്റേ കിടക്കുന്ന പോലെയല്ല. പുള്ളിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ശരിക്കും വയ്യാത്ത രീതിയിൽ തന്നെയാണ് പുള്ളിക്കാരി ഇരിക്കുകയൊക്കെ ചെയ്യുന്നത്. കൂടുതൽ ഫോണോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാറില്ല. ആ പാടെ ഈ അടുത്ത സമയത്ത് ചേച്ചിയെ മാത്രമേ കേട്ടിട്ടുള്ളായിരുന്നു. ഇപ്പോൾ ഡോക്ടർ ഈ വയ്യായ്ക്ക് ഒരു 2 ദിവസം മുമ്പ് പറഞ്ഞ് മാസ്ക് വെച്ചിട്ട് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും വരാമെന്നുള്ള രീതിയിലാണ്. സായി വന്നപ്പോഴും അങ്ങനെയാണ് കയറ്റും അങ്ങോട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സായി ചേട്ടനും സിജോ പിന്നെ വൈഫോ അങ്ങോട്ടൊക്കെ വെച്ചപ്പം മാസ്ക് വെച്ച് അങ്ങോട്ട് കയറ്റും അങ്ങോട്ട് ചെയ്തെന്നൊക്കെയാണ് പറയാൻ കഴിഞ്ഞിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെക്കാം. കടലിലെ തൊലിയെല്ലാം പോയി, തലയിലെ തൊലി പോയി. അതിനാണ് ഹെയർ കട്ട് ചെയ്ത് ആഗ്രഹം ഇവിടെ ഞാനായിട്ട് കഴിഞ്ഞ ഒരു സ്ഥലങ്ങള് ദൈവത്തിന്റെ സാക്ഷിയാകാൻ, ചുരുക്കി പറഞ്ഞ ഒരു മിഷണറി അല്ലെങ്കിൽ സുശേഷികയായിട്ട് പോകാനാണ് ആഗ്രഹം. ഇവിടുന്ന് ദൈവം എഴുന്നേൽപ്പിച്ചു കഴിഞ്ഞ ഈ രോഗമുക്തി നേടിക്കഴിഞ്ഞ എന്റെ വർക്ക്, എനിക്ക് കിട്ടുന്ന വർക്കിന്റെ സൈഡിൽ കൂടെ പോകും. പക്ഷെ അതിലും മെയിനായിട്ട് ദൈവത്തിന് വേണ്ടിയിട്ട് എന്റെ അനുഭവ സാക്ഷ്യം
പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പൊ തന്നെ എനിക്ക് ആ സ്റ്റേജുകൾ ഞാൻ ഇപ്പോഴും എന്റെ കണ്ണിൽ ഞാൻ കാണുന്നുണ്ട്. ഞാൻ ഒന്ന് പ്രസംഗിക്കുന്നേ കഴിയുമെന്നറിയില്ല, പ്രത്യാശയുണ്ട് കഴിയുമെന്ന്. നിങ്ങളെപ്പോലുള്ള നല്ല മനസ്സുകളുടെ സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് പോകും. യൂട്യൂബ് ചാനൽ. പിന്നെ അത് മാത്രമല്ല, ഇവർക്ക് ഫുഡൊന്നും വല്ലാണ്ട് കഴിക്കത്തില്ലായിരുന്നു നേരത്തെ ആരോഗ്യം എന്ന് പറഞ്ഞൊരു കാര്യമില്ലായിരുന്നു. അപ്പോൾ ഈ കീമോ ചെയ്യുന്ന സമയത്താണെങ്കിൽ പുള്ളിക്ക് അത് താങ്ങാൻ പറ്റത്തില്ല. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ 4ാമത്തെ കീമോ എന്ന് തോന്നുന്നു കഴിഞ്ഞേക്കുന്നത്, 6ാമത്തെ ആകുമ്പോഴത്തേക്ക് ബ്രസ്റ്റ് റിമൂവ് ചെയ്യും. 6ാമത്തെ ആകുമ്പോൾ റിമൂവ് ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, എന്തായാലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. A to Z കാര്യങ്ങൾ എനിക്ക് അറിയാൻ കഴിയുന്നുമുണ്ട്. ഞാനിപ്പം ഈ ഒരു വീഡിയോ ഒന്നും ചെയ്യേണ്ടെന്ന് വിചാരിച്ചത് തന്നെയാണ്. അപ്പോൾ കുറച്ച് ആൾക്കാർ ചോദിച്ചു എന്താണ് എൻ്റെ കാര്യങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, നീ എന്താ ചെയ്യാത്തെന്നുള്ള രീതി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു വിഷയത്തിന് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട് രേണുവിൻ്റെ കോണ്ടന്റ് ഞാൻ എടുക്കത്തില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഈ ഒരു വിഷയം ഞാൻ അത്രയും പബ്ലിക്കായിട്ട് പറഞ്ഞ്, പിന്നെ എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള കുറച്ച് യൂട്യൂബേഴ്സിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എടുക്കത്തുള്ളൂ എന്ന രീതിയിലാണ്. അപ്പോൾ ഞാൻ ഇന്ന് അവരുമായിട്ട് സംസാരിച്ചപ്പോഴും ഇന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ഇന്ന പോലാണ്, അത് പറയാമല്ലോ, കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കുഴപ്പമില്ലെന്ന് പറയാം. എന്തായാലും നമ്മൾ ആരെയും ദ്രോഹിക്കാനോ ഒന്നുമല്ല. പിന്നെ അതുപോലെ തന്നെ പ്രാർത്ഥിക്കുക അത്ര ഇപ്പം ഞാനും പറയുന്നുള്ളൂ. എന്തായാലും തിരിച്ചു വരട്ടെ എന്നല്ല, തിരിച്ചു വരും. തിരിച്ചു വരട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ പല അർത്ഥങ്ങൾ, പല ആൾക്കാരുടെ പല ചിന്താഗതിയാണ്. അവർ നല്ല രീതി ഒരു കുഴപ്പമില്ലാതെ അവർ തിരിച്ചു വരും. ഇനിയും ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ അഭിനയിച്ച് സെറ്റാവും, നല്ല രീതിയൊക്കെ വരുമൊക്കെ ചേട്ടാ. അപ്പം ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നൊന്നുമില്ല. ഇത് പിന്നെ കുറേ ആൾക്കാർ സായിയെക്കുറിച്ച് എന്താ സംസാരിക്കാത്തതെന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സായിയെക്കുറിച്ച് എന്താ ഞാൻ പറയാനാ, പുള്ളി കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ കൊണ്ട് ചെയ്തിട്ടുണ്ട്. ചെയ്യുന്ന കൂട്ടത്തിലോ കുറച്ച് റിയാക്ഷൻസ് ആൾക്കാർക്ക് ചിലപ്പം പിടിക്കാതിരിക്കാം. അതിപ്പോൾ എന്താ പറയണ്ടേ, അങ്ങനെയെങ്കിലും ഞാൻ ഇത്ര ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെയെങ്കിലും അവർക്ക് 10 പൈസ കിട്ടി, അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് കിട്ടി, അവർക്കൊരു ആശ്വാസമായിട്ടുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ ഞാൻ പറയുന്നുള്ളൂ. കാരണം വേറെ ഒന്നും ഞാനിവിടെ പറയുന്നില്ല. കാരണം അവരുടെ ആശ്വാസം ഈ ഒരു സിറ്റുവേഷൻ സമയത്ത് വലിച്ചു കയറാൻ നിൽക്കരുത്. കുറേ ആൾക്കാർ വലിച്ചു കയറാനും നിൽക്കുന്നുണ്ട്. പിന്നെ ചില കമൻസുകളൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ വൾഗറായിട്ടുള്ള കുറേ കമൻസുകൾ വരുന്നുണ്ട്. ഇതൊക്കെ സിമ്പിൾ രോഗമാണെന്ന് പറയുന്നുണ്ട്, അതങ്ങ് മാറിക്കോളും. ഞാനൊക്കെ ഒരുപാട് ആൾക്കാരെ ഇതുപോലെയൊക്കെ കണ്ടിട്ടുള്ള എന്നൊക്കെ കുറേ ആൾക്കാരൊക്കെ പറഞ്ഞു വന്ന് കമൻറ്റ് ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചിലവർ വരുന്നുണ്ട് നീ ചത്തില്ല എന്നും ചോദിച്ചിട്ടൊക്കെ. അപ്പം അമ്മയെ തല്ലേ 2 പക്ഷമുള്ള നാടാണ്. അപ്പം അഭിപ്രായം പറയാം. ഞാനിപ്പം പറഞ്ഞ ഈ ഒരു വീഡിയോയിൽ തന്നെ എന്നെ വിമർശിക്കാൻ ഒരുപാട് ആൾക്കാർ കാണും. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്തായാലും വെറുതെ വന്നിട്ട് കൊണയടിക്കാറില്ല. ഇനി വന്ന് മെഴുകേണ്ടവർക്കൊക്കെ വന്ന് മെഴുകൊക്കെ ചെയ്യാം. അതുപോലെ ഒരെണ്ണം ഇറങ്ങി തിരിച്ചിരിപ്പുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ തുറന്നു പറയാം. കൊച്ചൻ്റെ കാര്യത്തിലാണ് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല, ഒരിക്കലും. അതെനിക്ക് നല്ല രീതിയിൽ അറിയാവുന്നതുകൊണ്ടാണ്. അത് പല ആൾക്കാരുടെ അറിയത്തില്ലെങ്കിലും എനിക്ക് നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ട് ഞാൻ അവന് വല്ല സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുകയൊന്നും ചെയ്യത്തില്ല. അത് ഒരു എന്താ പറയണ്ടേ, നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചവന്മാരും ചെയ്യുന്ന പരിപാടിയല്ല. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഈ രേണുവിനെ വിമർശിച്ച് കുറേ ആൾക്കാർ എന്നെ സബ് ചെയ്തിട്ടുണ്ട്. അവർ പോയാലൊന്നും എനിക്കൊരു വിഷയമില്ല ഈ ഒരു കാര്യത്തിലാണ്. എന്നെങ്കിലും ഒരു സത്യം എല്ലാവരും മനസ്സിലാക്കും. അത്രേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ബൈ, ലവ് യു ഓൾ ഗൈസ്.